ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഈ ഒരു അടിപൊളി എലൈൻ ഫ്രോക്കിൻ്റെ വീഡിയോ ആണ്. നമുക്ക് സിമ്പിളായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഒരു ഡ്രസ്സാണിത്. ഞാനിതിൻ്റെ പോക്കറ്റിൽ ഫോക്സിനെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. പിന്നെ കോളർ നെക്കാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് ഫോക്സിൻ്റെ ഹെഡും ഈ ഒരു ഭാഗത്ത് ഫോക്സിൻ്റെ ടെയിലും കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ലുക്ക് തരുന്ന ട്രെൻഡി ടോപ്പാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അതിനു മുമ്പേ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാണ്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനാബിൾ ചെയ്തേക്കുക. അപ്പോൾ നമുക്കിതെങ്ങനെ സ്റ്റിച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു കോട്ടൺ മെറ്റീരിയലാണ്. ഇതുപോലെ ചെക്കുള്ളൊരു കോട്ടൺ മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത്. 2.5 മീറ്ററാണ് ഈ ക്ലോത്ത് ഉള്ളത്. ഇനി ഈ ക്ലോത്ത് ഇതുപോലെ ആദ്യം 2 മടക്കാക്കിയിട്ട് വെക്കണം. പിന്നെ 4th ഫോൾഡ് ചെയ്യുക. ഇതുപോലെ ഇതിൻ്റെ ലെങ്ത്ത് ഞാൻ എടുക്കുന്നത് 48 ഇഞ്ചാണ്. വിഡ്ത്ത് എടുക്കുന്നത് 15 ഇഞ്ചാണ്. ഷോൾഡർ പ്ലസ് നെക്ക് എടുക്കുന്നത് 7.5 ഇഞ്ചാണ്. അത് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ആം ഹോള് 6.5 അടയാളപ്പെടുത്തി കൊടുക്കുക. ചെസ്റ്റ് ഞാൻ എടുക്കുന്നത് 11.5 ഇഞ്ചാണ്. അതും മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് തോൾക്കുഴി അടയാളപ്പെടുത്തി കൊടുക്കാം. ഫ്രണ്ടിലത്തെ തോൾക്കുഴി കുറച്ച് ഉള്ളിലോട്ടേക്ക് കടത്തിയിട്ട് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ഷേപ്പ് 13 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം. ഷേപ്പിൻ്റെ ഈ ഭാഗത്ത് വരുന്നത് 11 ഇഞ്ചാണ്. ഷേപ്പ് അടയാളപ്പെടുത്തിയതിന് ശേഷം ഈ ഭാഗത്ത് നിന്ന് ഇതുപോലെ ഫുൾ വിഡ്ത്തിൽ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ഇരിക്കും കാണാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഫ്രണ്ടിലത്തെ പോർഷൻ മാറ്റി വെക്കാം. ഫ്രണ്ടിലത്തെ പോർഷൻ്റെ കഴുത്ത് ഞാൻ എടുക്കുന്നത് 3 ഇഞ്ച് വിഡ്ത്തും 3 ഇഞ്ച് ലെങ്ത്തുമാണ്. അത് മാർക്ക് ചെയ്ത് കൊടുക്കുക. കോളർ നെക്കാണ് ഞാൻ കൊടുക്കുന്നത്. ഇനി ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. കഴുത്ത് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇത് 2 പീസാക്കിയിട്ട് സെൻറ്ററിലൂടെ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി തോൾക്കുഴി കട്ട് ചെയ്തെടുക്കാം. ഞാൻ ബാക്കിലത്തെ കഴുത്ത് 1/2 ഇഞ്ച് മാത്രമേ കുഴിച്ച് മുറിക്കുന്നുള്ളൂ. അത് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കുക. ഇനി ഞാൻ സ്ലീവ് കട്ട് ചെയ്ത് കഴിഞ്ഞു. 11 ഇഞ്ചാണ് ലെങ്ത്ത്. ആം ഹോള് 10.5 ഇഞ്ചുമാണുള്ളത്. ഇനി ഞാൻ പോക്കറ്റ് കട്ട് ചെയ്തിട്ടുണ്ട്. 10.5 ഇഞ്ച് ലെങ്ത്തും 7 ഇഞ്ച് വിഡ്ത്തുമുള്ള ഇതുപോലെയുള്ള പോക്കറ്റ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ സൈഡിൽ വരുന്നത് 6.5 ഇഞ്ചാണ്. മുകളിലെ ഭാഗത്ത് 3 ഇഞ്ചും വരുന്നുണ്ട്. ഇതുപോലത്തെ ഒരു ഷേപ്പിൽ 2 പോക്കറ്റ് കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ ഒരു ഷേപ്പിലാണ് കട്ട് ചെയ്തിട്ടുള്ളത് ഇവിടെ. ഇനി ഞാൻ 3 ഇഞ്ച് വിഡ്ത്തിലും 48 ഇഞ്ച് ലെങ്ത്തിലും ഇതുപോലെ ഒരു ബ്ലൂ പീസ് കട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ സെൻറ്റർ ഓപ്പൺ ആക്കിയ ഭാഗത്ത് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം മടക്കിയിട്ട് ഇതുപോലെ
നമ്മൾ ബട്ടൺ വെക്കുന്ന പോലെ തന്നെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഒന്ന് പുറത്തേക്കും ഒന്ന് അകത്തേക്കും വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അതിനുവേണ്ടി ഞാൻ വേറൊരു പീസും കൂടി കട്ട് ചെയ്തിട്ടുണ്ട്. 2 ഇഞ്ച് വിട്ടും 48 ഇഞ്ച് ലെങ്ത്തും ഉള്ളത്. ഇനി ഞാൻ കട്ട് ചെയ്ത ഈ പീസ് 7.5 ഇഞ്ച് വിട്ടും 16 ഇഞ്ച് ലെങ്ത്തും ഉള്ളതാണ്. ഇത് സ്ലീവിന് വേണ്ടിയിട്ടാണ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത്. സ്ലീവിൻ്റെ അറ്റത്ത് ബട്ടൺ വെച്ച് കൊടുക്കുന്ന ഭാഗത്ത് ഫോൾഡ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ പീസ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് സെൻറ്റർ ഭാഗത്ത് ആ ബ്ലൂ പീസ് ഇതുപോലെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇടതുവശത്താണ് നമ്മൾ ഈ പീസ് അറ്റാച്ച് ചെയ്യുന്നത്. ഇപ്പോൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് ഇതുപോലെ ഒരു ഫോൾഡ് ചെയ്തതിന് ശേഷം സ്റ്റിച്ച് ചെയ്ത ഭാഗത്തേക്ക് തന്നെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് അവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇത് പുറത്തേക്ക് വരുന്ന രീതിയിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഷർട്ടിൻ്റെ ബട്ടണൊക്കെ വെക്കുന്ന സെയിം രീതിയിൽ തന്നെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇപ്പുറത്തെ സൈഡിൽ റൈറ്റ് പാർട്ടിലാണ് നമ്മളിനി സ്റ്റിച്ച് ചെയ്യുന്നത്. അതും സെയിം രീതിയിൽ തന്നെ ആ പീസ് അടിഭാഗത്ത് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യുക. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് നല്ല വശത്തേക്ക് ഇതുപോലെ ഇതിൻ്റെ മുകളിലായിട്ടാണ് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. പുറത്തേക്കല്ല, ഇത് മുകളിലേക്കാണ് നമ്മളിത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇതുപോലെ വെച്ചിട്ട് ഒന്ന് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ അതും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി ഞാൻ ഒരു 4.5 ഇഞ്ച് വിട്ടിട്ട് ഇത് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനാണ് പോകുന്നത്. ഞാൻ ഷർട്ടിൻ്റെ ബട്ടൺ പോലെ ഓപ്പൺ കൊടുക്കുന്നില്ല. ബ്ലൂ ഭാഗം കുറച്ച് കാണുന്ന രീതിയിൽ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ 4.5 ഇഞ്ച് വിട്ടിട്ട് ഇതുപോലെ അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഞാൻ അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇതാ ചെറുതായിട്ട് ബ്ലൂ ആ പീസ് കാണുന്ന വിധത്തിലാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഷോൾഡർ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഷോൾഡർ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് നെക്കിൻ്റെ അളവ് ഇതുപോലെ ടാപ്പ് വെച്ചിട്ട് എത്രയാണ് ഉള്ളതെന്ന് അളന്ന് നോക്കാം. ഇതുപോലെ അളന്ന് നോക്കുക. ഇപ്പോൾ 17 ഇഞ്ചാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഒരു 18 ഇഞ്ചിൽ ഞാൻ കോളറിൻ്റെ ഷേപ്പ് ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ ഒരു ഷേപ്പിൽ കോളർ മാർക്ക് ചെയ്യുക, എന്നിട്ട് കട്ട് ചെയ്തെടുക്കുക. 2 പീസാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. ഇതുപോലെ ഇരിക്കും ഷേപ്പ് കാണാൻ വേണ്ടിയിട്ട്. അതുപോലെ ഒരു പീസ് കൂടി കട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്ക് അതിൻ്റെ ഒരു പീസിൻ്റെ ഒരു വശം ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. മടക്കിയിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് മറ്റേ പീസിൻ്റെ മുകളിലായിട്ട് ഈ പീസ് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് സൈഡ് ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഇതിൻ്റെ സൈഡ് വശം മാത്രം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക.
ഇതുപോലെ സൈഡ് വശം ഞാൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇങ്ങനെ ഇരിക്കും കാണാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിത് ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കണം. ഇങ്ങനെ മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം നെക്കുമായിട്ട് നമുക്ക് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ചീത്ത വശത്ത് ഇതുപോലെ കോളറിൻ്റെ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്യാത്ത ആ കോളറിൻ്റെ ഭാഗം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്ത ഈ ഭാഗം പുറത്തേക്ക് വരുന്ന വിധത്തിൽ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ കോളർ റെഡിയാവും. കോളർ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ മുമ്പേ ഒരു കുർത്തയുടെ വീഡിയോ ഇട്ടിട്ടുണ്ട്, അതിൽ കാണിച്ചിട്ടുണ്ട്. സംശയമുള്ളവർ അത് നോക്കിയാൽ മതി. അപ്പോൾ നമ്മുടെ നെക്ക് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഞാൻ പോക്കറ്റ് ഇവിടെ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിതിലൊരു പെയിൻറ്റ് വർക്ക് കൊടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ട്രേസിങ് പേപ്പറിൽ ഇതുപോലൊരു പിക്ചർ വരച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കാർബൺ പേപ്പർ വെച്ചിട്ട് ട്രേസിങ് പേപ്പർ അതിൻ്റെ മുകളിൽ വെച്ചിട്ട് വരച്ചു കൊടുത്തിട്ട് ഇത് ട്രേസ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ പിക്ചർ ട്രേസ് ചെയ്ത് കഴിഞ്ഞു. നമുക്കിതിന് ഞാൻ പെയിൻറ്റ് കൊടുത്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഞാനിവിടെ ഫോക്സിൻ്റെ ഒരു ഹെഡ് ഈ പോക്കറ്റ് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ടെയിലും കൂടി വരച്ചു കൊടുക്കാം. അപ്പോൾ ടെയിൽ കൂടി നമ്മൾ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇരിക്കും കാണാൻ വേണ്ടിയിട്ട്. നല്ലൊരു ട്രെൻഡി ലുക്ക് തരുന്ന ഒരു ടോപ്പാണിത്. അപ്പോൾ ഞാൻ സ്ലീവിൻ്റെ അവിടെ ഫോൾഡ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പീസ് കട്ട് ചെയ്തിട്ടുണ്ട്. 4.5 ഇഞ്ചാണ് ഇതിൻ്റെ ലെങ്ത്ത്. ഇനി നമുക്ക് ഇതുപോലെ 2 പീസാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ മീതെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് സൈഡ് ഭാഗത്തുകൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഞാൻ സ്ലീവിൻ്റെ അറ്റത്ത് ആ ബ്ലൂ പീസ് ഇതുപോലെ അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ആ സ്റ്റിച്ച് ചെയ്ത ഭാഗത്തേക്ക് തന്നെ ഇങ്ങനെ ഒരു ഫോൾഡ് ചെയ്തിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്തതിന് ശേഷം ആ ഭാഗത്തേക്ക് തന്നെ ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അതിൻ്റെ ഇടയിലായിട്ട് ഈ പൈപ്പിങ് ഇതുപോലെ വെച്ച് കൊടുക്കണം. ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഇരിക്കും കാണാൻ വേണ്ടിയിട്ട്. ഇനി ഇത് നല്ല വശത്തേക്ക് ഇതുപോലെ തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഇവിടെ ബട്ടൺ വെച്ച് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ സ്ലീവും സൈഡും ബോട്ടവും കൂടി സ്റ്റിച്ച് ചെയ്തിട്ട് ടോപ്പ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നല്ലൊരു അടിപൊളി ടോപ്പാണിത്. നമുക്ക് സിമ്പിളായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഒരു ടോപ്പാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ഡിസൈനാണിത്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു. ബൈ.